മാത്രമല്ല ഞങ്ങൾ പോയി ജബ്ബാർ ഹാജിയുടെ വീട്ടിൽ ചെന്നു. ഞങ്ങൾ ഇവിടെ മാന്യമായി കോളർ പിടിച്ച് പ്രസംഗിച്ചല്ലോ ജബ്ബാർ ഹാജി. തീർച്ചയായും നിങ്ങൾ ചോദിക്കണം, ജബ്ബാർ ഹാജിയുടെ വീട്ടിൽ ഞങ്ങളുടെ മഹലിന്റെ പ്രതിനിധികൾ ചെന്നു. കാട്ടിപ്പരുത്തി മൊയ്തീൻ ഹാജിയുണ്ട്, ഷെരീഫ് പാലാട്ടുണ്ട്, കൊട്ടപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ 3 പ്രധാനികൾ, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, അവരാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. ഞങ്ങൾ ചെന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ 3 പേരും മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണ്. ഞങ്ങളോട് അവരാവശ്യപ്പെട്ടത് എന്താണ്? പള്ളിയുടെ പീഡിക മുറികയുടെ വാടക നിങ്ങൾ പിരിക്കരുത്, വാടക മീഡിയേറ്റർമാരെ ഏൽപ്പിക്കണം. ഞങ്ങൾ മുന്നോട്ട് വെച്ചു. ലത്തീഫ് കൈ വേദിയിലുണ്ട്. നിങ്ങൾ ചോദിക്കണം, തീർച്ചയായും ലത്തീഫ് ക പറഞ്ഞൊരു കാര്യമുണ്ട്, പള്ളിയുടെ രേഖകൾ മീഡിയേറ്റർമാർ സൂക്ഷിക്കട്ടെ. ഏത് മീഡിയേറ്റർമാർ? മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായ 3 മധ്യസ്ഥന്മാർ, 1 ജബ്ബാർ ഹാജി, 2 കാട്ടിപ്പരുത്തി മൊയ്തീൻ ഹാജി, 3 ഷെരീഫ് പാലാട്ട്. നിങ്ങൾ സൂക്ഷിക്കണം പള്ളിയുടെ രേഖകൾ, പള്ളിയുടെ വാടക നിങ്ങൾ പിരിക്കണം, എന്നിട്ട് നിങ്ങൾ സമാധാനത്തിന്റെ വഴി കണ്ടെത്തൂ എന്ന് പറഞ്ഞിടത്ത് എന്താണ് മറുഭാഗം പറഞ്ഞത്? രേഖ സൂക്ഷിക്കാൻ പള്ളിയിലെ മീഡിയേറ്റർമാരെ ഏൽപ്പിക്കാൻ പറ്റില്ല, രേഖ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്തിന്? AP വിഭാഗത്തിനെതിരെ കേസ് നടത്താൻ ഞങ്ങൾക്ക് രേഖ ആവശ്യമുണ്ട്. പള്ളിയുടെ വാടക ഞങ്ങൾ പിരിക്കും, പിന്നെ പീഡിക മുറികയുടെ വാടക ഞങ്ങൾ പിരിക്കും. ആ വാടക കൊണ്ട് AP വിഭാഗത്തിനെതിരെ കേസ് നടത്തുവാൻ രേഖ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് ധിക്കാരപൂർണമായ സമീപനം സ്വീകരിച്ചത് ആരാണ്? എന്നിട്ട് മാന്യമായി ഇവിടെ വന്ന് കോളറി പിടിച്ച് നെഞ്ചത്തൊടിഞ്ഞ് പ്രസംഗിച്ചാൽ നിങ്ങൾ ആലോചിക്കണം. ജബ്ബാർ ഹാജി ഞങ്ങളോട് പറഞ്ഞത് ഞാൻ സമസ്തയുടെ ലീഗൽ അഡ്വൈസറാണ് എന്നാണ്. ഏത് ലീഗൽ അഡ്വൈസർ ആയാലും ശരി, തീർച്ചയായും ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്, ജബ്ബാർ ഹാജിയിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചു ചെന്നതല്ല ഞങ്ങൾ, മറിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഒരു സമാധാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ കാംക്ഷിച്ചുപോയി. ഞങ്ങൾ പോന്നു. അവിടെ നിന്ന് സമാധാനത്തിന്റെ വഴി കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തിരിച്ചു പോന്നു. വീണ്ടും ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ജബ്ബാർ ഹാജിയുടെ വീട്ടിലേക്ക് വീണ്ടും പോയോ എന്ന് നിങ്ങൾ അന്വേഷിക്കൂ. ജബ്ബാർ ഹാജിയുടെ വീട്ടിൽ 2ാമത്തെ തവണയും ഞങ്ങൾ ചെന്നു. മഹലിൽ സമാധാനമുണ്ടാകണം, പ്രശ്നമുണ്ടാകരുത്, ശിഥിലതയുണ്ടാകരുത് എന്ന് വിചാരിച്ച് ഞങ്ങൾ ചെന്നു. എന്നിട്ടും പരിഹാരമുണ്ടായോ? മാത്രമല്ലല്ലോ, ഏത് മധ്യസ്ഥ ചർച്ചകളോടുള്ള സമീപനം അങ്ങനെയാണ്. ഞങ്ങൾ ഇന്നും ആയിരങ്ങളെ സാക്ഷി നിർത്തി പറയുന്നത്, ഞങ്ങൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാണ്, മസ്ലഹത്തിന് തയ്യാറാണ്, എല്ലാറ്റിനും തയ്യാറാണ്. നാട്ടിൽ സമാധാനമുണ്ടാക്കുന്ന ഏത് കാര്യത്തിനും ഞങ്ങൾ തയ്യാറാണ്. നാട്ടിൽ സമാധാനമുണ്ടാക്കുന്നതിന് പകരം വീണ്ടും വീണ്ടും കലാപം അഴിച്ചുവിടാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും ആരും നടത്തിക്കൊണ്ടിരിക്കരുത്. ബഹുമാന്യരായ മുസ്തഫ തങ്ങൾ ഈ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ബഹുമാനപൂർവ്വം മുസ്തഫ തങ്ങളോട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, വളരെ വിനയപൂർവ്വം സൂചിപ്പിക്കുകയാണ്. ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തകനായി സേവനമനുഷ്ഠിച്ചു, ദീർഘകാലം സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചു. താങ്കൾ മെമ്പറായി, പഞ്ചായത്തിന്റെ പ്രസിഡന്റായി. പഞ്ചായത്തിന്റെ പ്രസിഡന്റായത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിട്ടല്ല, മറിച്ച് ഒരു നാട്ടിലെ മുഴുവൻ വോട്ടർമാരുടെയും വോട്ട് വാങ്ങി ജയിച്ച് കയറിയാണ് പ്രസിഡന്റായത്. ബഹുമാന്യരായ മുസ്തഫ തങ്ങളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, അങ്ങനെ ദീർഘകാലം സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചു പരിചയമുള്ള താങ്കൾ ഒരു 4ാം ഘട രാഷ്ട്രീയക്കാരനായി തരം താഴരുത്, ഒരു തെരുവ് ഗുണ്ടയുടെ ഭാഷയിൽ സംസാരിക്കരുത്. അതാണ് മുസ്തഫ തങ്ങളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിൽ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള അവസരമായി നിങ്ങൾ ഉപയോഗപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ നാട്ടിലെ വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് ഭക്തിയാദരപൂർവ്വം മാന്യമായി സുജൂദ് ചെയ്യാൻ കഴിയാത്തവരാക്കി അവരുടെ മനസ്സിൽ പകയും വിദ്വേഷവും നിറച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ മുസ്തഫ തങ്ങൾ മാന്യമായി നിങ്ങൾ പറയുന്നു, നിങ്ങൾ ശ്രമിക്കരുത്. ഞങ്ങളുടെ നാട്ടിൽ മസ്ലഹത്തിന് നിങ്ങൾ തയ്യാറാകണമെന്നില്ല, ഞങ്ങൾക്കതിൽ പ്രതീക്ഷയുമില്ല. നടക്കുന്ന മസ്ലഹത്ത് ചർച്ചകൾ അള്ളുവെക്കാതിരുന്നാൽ മതി എന്നാണ് മുസ്തഫ തങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒന്നുകൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ, നിഷ്പക്ഷമായി താങ്കളൊന്ന് വിലയിരുത്തണം, ബഹുമാന്യരായി മുസ്തഫ തങ്ങളൊന്ന് വിലയിരുത്തണം. വളരെ നിഷ്പക്ഷമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം. മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പൊതുയോഗത്തിൽ വെച്ച് പള്ളിക്കൽ ബസാറിലെ പള്ളി കയ്യേറ്റം ചെയ്യുമെന്ന് ആഹ്വാനം നടത്തിയതാരാണ്? നിയമത്തിന്റെ വഴി സ്വീകരിക്കുന്നതിന് പകരം അണികളുടെ ആയുധം ഉപയോഗിച്ച് പള്ളിയിൽ പോയി ആക്രമണത്തിന് നിർദ്ദേശം കൊടുത്തതാരാണ്? നിങ്ങൾ ആലോചിക്കണം. മുസ്തഫ തങ്ങളുടെ നേതൃത്വത്തിലാണ് പള്ളിയിൽ നിസ്കരിക്കാനെത്തിയ വിശ്വാസികളെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. മതി വരാഞ്ഞിട്ട്, കല്ലിപ്പ് തീരാഞ്ഞിട്ട് പാവപ്പെട്ട ജനവിഭാഗം നിത്യജീവിതത്തിന് വേണ്ടി മീൻ കച്ചവടം നടത്തുന്ന മാർക്കറ്റിലേക്ക് ആയുധങ്ങളുമായി ഇരച്ചു കയറിയില്ലേ ഇവർ? ആരാ നിർദ്ദേശം കൊടുത്തത്? പരസ്യമായി നിർദ്ദേശം കൊടുത്തു മുസ്തഫ തങ്ങൾ. സോഷ്യൽ മീഡിയയിലൂടെ നിർദ്ദേശം കൊടുത്തു, FBയിൽ അഭിമാനകരമായി പോസ്റ്റ് ഇട്ടു, വാട്സാപ്പിൽ അഭിമാനകരമായി പ്രചരിപ്പിച്ചു. കാട്ടാള തുല്യമായ തന്റെ അണികളെ 4 ഭാഗത്തുനിന്നും വലിച്ചു കൊണ്ടുവന്ന പാവപ്പെട്ട ജനവിഭാഗത്തെ ആക്രമിക്കുവാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് മുസ്തഫ തങ്ങളുടെ നേതൃത്വത്തിലാണ്. മസ്ലഹത്തിന് താങ്കൾ ശ്രമിച്ചില്ലെങ്കിലും നടക്കുന്ന മസ്ലഹത്തുകൾ അള്ളുവെക്കാതിരിക്കാനുള്ള നല്ല ബുദ്ധി താങ്കൾക്കുണ്ടാകണമെന്ന് അന്യമഹല്ലത്തുകാരനായ മുസ്തഫ തങ്ങളോട് മാന്യമായ ഭാഷയിൽ നിങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുന്നു,
CCTV സ്ഥാപിച്ചുകൊണ്ട് മഹല്ല് നിവാസികളെ നിരീക്ഷിക്കുവാൻ എത്ര കാലം കഴിയും നിങ്ങൾക്ക്? എത്ര കാലം കഴിയും? CCTV സ്ഥാപിച്ച് മഹല്ല് നിവാസികളെ നിരീക്ഷിക്കുവാൻ നിങ്ങൾക്ക് എത്ര കാലം കഴിയും? ഭക്തി നിർഭരമായി പള്ളിയിൽ സുജൂദ് ചെയ്യുവാൻ CCTV സ്ഥാപിച്ചുകൊണ്ട് എത്ര കാലം കഴിയുമെന്ന് നിങ്ങൾ ആലോചിക്കണം. പള്ളിയിൽ ആയുധങ്ങൾ സംഭരിച്ചു വെച്ച് 4 ഭാഗത്തുമുള്ള മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ചേളാരികളുടെയും ഗുണ്ടകളെ സ്ഥാപിച്ച് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ആയുധങ്ങൾ സംഭരിച്ച് കാത്തിരിക്കാൻ എത്ര കാലം കഴിയും? നിങ്ങൾ ആലോചിക്കണം, ഗൗരവതരമായി ആലോചിക്കണം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകപക്ഷീയമായ സംസാരമല്ല. പള്ളിക്കൽ ബസാറിലെ ജുമുഅത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട് 3 പ്രസംഗങ്ങൾ ഞാനും നടത്തിയിട്ടുണ്ട് പള്ളിക്കൽ ബസാറിൽ. തീർച്ചയായും നിങ്ങൾ ആലോചിക്കണം, എവിടെയും നിങ്ങൾ അപമാനകരമായ വൃത്താന്തങ്ങൾ വിശേഷിപ്പിച്ചിട്ടില്ല, ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല. പ്രശ്ന സങ്കീർണമായി കാലങ്ങളോളം മുന്നോട്ട് പോയതിനു ശേഷവും മസ്ലഹത്ത് ചർച്ചകളോട് മാത്രമല്ല, നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ മാന്യമായി സമീപിക്കുവാൻ പോലും തയ്യാറാകാതെ ഒരു ജനസമൂഹത്തെ അഴിച്ചുവിട്ടുകൊണ്ട് ആക്രമണത്തിന് നിർദ്ദേശം കൊടുക്കുന്നതിന് എന്ത് ഇസ്ലാമിക പ്രവർത്തനമെന്ന് വിളിക്കും? എന്ത് ഇസ്ലാമിക ദഅവത്ത് വിളിക്കും? എന്ത് പള്ളി പരിപാലനമെന്ന് വിളിക്കും എന്ന് ചോദിക്കുവാൻ ഞങ്ങൾ സ്വാഭാവികമായും താല്പര്യപ്പെടുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 1989 ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലുണ്ടായ പിളർപ്പിന് ശേഷം ബഹുമാന്യരായ പ്രശസ്തരായ പണ്ഡിത നേതൃത്വത്തിന്റെ തണലിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ആക്രമണത്തിന് അവര് ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടില്ല, വ്യക്തിഹത്യക്ക് അവര് നിർദ്ദേശം തന്നിട്ടില്ല, പരദൂഷണത്തിന് അവര് നിർദ്ദേശം തന്നിട്ടില്ല. അഭിമാനകരമായി ആരാധനയിൽ അധിഷ്ഠിതമായി ഇസ്ലാമിക ദഅവത്തിന്റെ വഴി അന്വേഷിക്കുവാൻ, അതാണ് ഞങ്ങളുടെ പണ്ഡിത ശ്രേഷ്ഠർ ഞങ്ങളെ പഠിപ്പിച്ചത്. ആ വഴിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അതേസമയം മാന്യമായി മുന്നോട്ട് പോകുന്ന ഞങ്ങളെ നെഞ്ചിൽ കുത്തുവാനും ഞങ്ങളെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുവാനും വന്നാൽ 2 കൈയും കെട്ടി കാത്തു നിൽക്കുന്ന കാലം കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാന്യമായി മാത്രം സൂചിപ്പിക്കുകയാണ്. ഞങ്ങളാരും തൽക്കാലം ഇത് അവസാനിപ്പിച്ചു പോകണമെന്ന് വിചാരിക്കുന്നവരല്ല. ഞങ്ങളുടെ ബാപ്പ വല്ലിപ്പമാരുണ്ടാക്കിയ പള്ളിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടാൽ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് നിങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെയാണ് ജനിച്ചു വന്നത്. ഏതെങ്കിലും ഏമാന്മാര് കെട്ടിവെച്ച വിരിച്ചുവെച്ച പട്ടുമെത്തയിൽ ജനിച്ചു വന്നവരല്ല ഞങ്ങൾ. ഉള്ളറയ്ക്കുന്ന തെറിപ്പാട്ട് വർഷങ്ങൾ കേട്ട് നിങ്ങൾ ഉയർത്തിയ ആയുധമുനകളുടെ മുന്നിൽ പിടിച്ചു നിന്നാണ് ഈ പ്രസ്ഥാനം പടർന്നു പന്തലിച്ചതും മുന്നോട്ട് പോയതുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വേദിയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ബഹുമാന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ശൈഖുന പൊന്മള ഉസ്താദ് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ആദരപൂർവ്വം ഉസ്താദ് അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ പ്രാർത്ഥന നിർവഹിച്ച സയ്യിദ് ഫളിൽ അഹ്സനി തങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യരായ കെ മുഹമ്മദ് കോയ സഖാഫി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ, വടശ്ശേരി ഹസൻ മുസ്ലിയാർ, മുഹമ്മദ് മാസ്റ്റർ പറവൂർ, എം അബൂബക്കർ മാസ്റ്റർ പട്ടിക്കൽ, സുദ്ദീഖ് സഖാഫി അരിയൂർ തുടങ്ങി അഷ്റഫ് മുസ്ലിയാർ ഒളവട്ടൂർ, വ്യത്യസ്തരായ നേതാക്കൾ ഇവിടെയുണ്ട്. മഹലിന്റെ പ്രസിഡന്റ് CK അബ്ദുൽ മജീദ് ക, ജനറൽ സെക്രട്ടറി CK ലത്തീഫ് ക തുടങ്ങിയ മഹല്ല് ഭാരവാഹികൾ, കാരണവന്മാർ, നല്ലവരായ സഹോദരങ്ങൾ, അതോടൊപ്പം ഈ സമ്മേളനത്തിന്റെ വിവിധങ്ങളായ സൗകര്യങ്ങൾ ഒരുക്കി തന്ന വിവിധങ്ങളായ ആളുകൾ, പ്രത്യേകിച്ച് നിയമപാലകർ, എല്ലാവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യരായ കെ മുഹമ്മദ് കോയ സഖാഫി ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് വാഹിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മുടെ ഈ സുന്നി മഹാസംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മുന്നണി പോരാളിയും ഈ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാക്കളിൽ ഒരാളാകും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയുമായ അഭിമന്യരായ ശൈഖുന പൊന്മള ഉസ്താദ് അവറുകളാണ്. ഈ മഹാസംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ശൈഖുനായെ ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين
وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സാലിഹായ അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ. സുന്നി സംരക്ഷണ സമ്മേളനം എന്ന പേരിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. സുന്നി സംരക്ഷണം എന്ന് പറയുമ്പോൾ അത് ദീനിന്റെ സംരക്ഷണമാണ്. സുന്നി എന്ന് പറയുന്നത് തന്നെയാണ് ദീന്. അതിന്റെ പുറത്ത് വേറെ ഒരു ദീൻ ഇല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്നവരെയാണ് സുന്നി എന്ന് വിളിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന് മഹത്തുക്കളായ സ്വഹാബത്തിന്റെ കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച ആ നബിയുടെയും അനുചരന്മാരായ സ്വഹാബത്ത് എന്ന് പറയുന്ന ജമാഅത്തിന്റെയും നേതൃത്വത്തിൽ ഉള്ളതാണ് പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത്. അത് അവർ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമല്ല, മറിച്ച് ഹബീബായ നബി തങ്ങൾക്ക് വഹയിലൂടെ, ദിവ്യ സന്ദേശത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ് പരിശുദ്ധ ദീൻ സമ്പൂർണമായും. അത് ഒരു കുറവും വരുത്താതെ ആ സമ്പൂർണമായ ദീൻ നബി തങ്ങൾ 23 വർഷക്കാലയളവിൽ സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ടത് ഏറ്റെടുപ്പിച്ചു. അവര് പൂർണ്ണമായും അത് ഏറ്റെടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, വഴിയെ വരാനുള്ളവർക്ക് ഇത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ആ ദൗത്യം അവരും പൂർണ്ണമായി നിർവഹിച്ചു.